മാധരം അരവിന്ദ മിഴിമാരേ കിരമിന്നു കേൾക്കാമേ. രാഘവോ, രാഘവ, അപ്പോ ഇന്നും നീ ഈ പണി തീർക്കില്ല അല്ലേ രാഘവ? ഇവിടെ എന്താ വല്ല കല്യാണം മറ്റോ നടക്കാൻ പോവാണോ ഇത്രയ്ക്ക് അങ്ങോട്ട് വിസ്തരിക്കാൻ? ദേ ഈ ഭിത്തിയിലൊക്കെ ആ കുമ്മായിട്ട് 4 വലി വലിച്ചേക്ക. പിന്നെ ഈ തടി സാമാനങ്ങള് അത് ഓടിച്ചൊന്നും മിനുക്കിയേക്ക. ഇത്രയല്ലേ ഞാൻ നിന്നോട് പറഞ്ഞുള്ളൂ. അതിന് നീ ഈ കുമ്മായവും കോലും ആയിട്ട് ഇതിനകത്ത് കേറിയിട്ട് ദിവസം എത്രയായി? ഈ നാട്ടില് വെള്ളപൂശുകാര് വേറെ ഇല്ലാഞ്ഞിട്ടല്ല. മാടമ്പിള്ളി മേടയില് യക്ഷിയുണ്ട്, മാടനുണ്ട് എന്നൊക്കെ പറഞ്ഞു നടക്കണ പേടിത്തൂറികള് കാലുറപ്പിച്ച് ഇതിനകത്ത് കുത്തില്ല. നീ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നു, ഞാൻ ധൈര്യമായിട്ട് നിന്നെ അങ്ങോട്ട് ഏൽപ്പിച്ചു. അതിന് നീ ഇപ്പൊ എന്നെ എങ്ങനെ മുടിപ്പിച്ചേ അടങ്ങൂന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാ. രാഘവോ, കൽക്കട്ടയിന്ന് ശാരദാമ്മയൊക്കെ ഏത് നിമിഷവും കേറി വരാം. അപ്പോഴും നീ നിന്റെ ഈ കോലുമായിട്ട് ഇവിടെ നിൽക്കാൻ തന്നെയാണോ ഭാവം? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്ന് തീർന്നേടത്തോളം പണി തീർന്നാ മതി. നിർത്തിയേക്ക. ഇനി നീ ഇതും പറഞ്ഞ് ഇതിനകത്ത് ചുറ്റിത്തിരിയണ്ട. ദേ ഞാൻ കൂലി തരില്ല. രാഘവോ, ഞാൻ ഈ പറയണതൊന്നും നീ കേൾക്കണില്ലേ? ഇവൻ എവിടെ പോയി കിടക്കുക? ഒളിച്ചിരുന്ന പെയിന്റ് അടിക്കണേ. രാഘവോ, രാഘവോ, രാജപ്പോ, ഗോപാലകൃഷ്ണ. അയ്യോ, കൊടയോ? ആ, നീരതാളിപ്പുരുകുഴൽ പിടിപെട്ടുന്ന മിപ്പിച്ചിടുമ്പോൾ തീരെ ചിമ്മിട്ടു നേത്രാംബുജമ വിളളകാതങ്ങനെ നിന്നിടുന്നു. തീരെ ചിമ്മിട്ടു നേത്രാംബുജമ വിളളകാതങ്ങനെ നിന്നിടുന്നു. അപ്പോ അക്ഷരം വാ. വാര്യർക്ക് വായിക്ക് വല്ലതും തോന്നുവോ? വായിക്ക് എനിക്ക് ഏതാണ്ടൊക്കെ ശരിക്കും തോന്നുന്നുണ്ട് വൈദ്യരെ. എത്ര നേരമായി കിടന്ന് വിളിക്കണോ? ആ, നമ്മുടെ ദാസപ്പൻകുട്ടിയെ കണ്ടാലേ വീട്ടിലോട്ട് ഒന്ന് വരാൻ പറയണം. ഞങ്ങളുടെ തൊട്ടി കിണറ്റിൽ വീണു, അതൊന്ന് എടുക്കാനാ. മറക്കാതെ പറഞ്ഞേക്കണേ. അപ്പോ വാ. മാടമ്പിള്ളി പോയി ലേശം താമസിച്ചു. ആ, നടക്കട്ടെ നടക്കട്ടെ. ഉണ്ണിത്താന്റെ മോളുട്ടി ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് പോയേ ഉള്ളൂ. അതെയോ? ആയിക്കോട്ടെ. ആ, എന്നിട്ട് ഇപ്പൊ എന്തായി? എന്താവാൻ, ഞാൻ വാര്യർക്ക് ഒരു പാ അങ്ങോട്ട് ഇട്ടു കൊടുത്തു. എന്നിട്ട് വാര്യർ കിടന്നോ? ഹായ്, പായിട്ടാ കിടക്ക്. ഞാൻ ആ പായ്ക്ക് ഇങ്ങോട്ട് പിടിച്ചു, എന്നിട്ടൊരു താ ഇങ്ങോട്ട് ഇട്ടു കൊടുത്തു. അത്രയല്ലേ ഉള്ളൂ. കാക്കി പിടിച്ചോളൂ. താക്കോലെടുക്കാതരുണോദയത്തിൽ താനേ മുഴങ്ങു. നിർത്ത്. താക്കോൽ കൊടുക്കാതേന്ന് ചൊല്ലൂ. അതേലോ, താക്കോലെടുക്കാ. പിന്നെ ഉണ്ണിത്താൻ എന്താ താക്കോൽ എടുക്കാതെ? എന്താ ഇത്? എടുത്തിട്ടില്ല, അത്ര തന്നെ. ശരിക്കും താക്കോൽ എടുത്തിട്ടില്ല. മാടമ്പിള്ളിയിലെ മേട പൂട്ടിയിട്ട് താക്കോൽ എടുക്കാൻ മറന്നിരിക്കണു. ദാസപ്പാ, നിന്നെ തെക്കേടുത്ത് ഉണ്ണിത്താന്റെ മോള് വന്ന് തിരക്കിട്ട് പോയിണ്ട്. അവരുടെ തൊട്ടിയോ മറ്റോ കിണറ്റിൽ വീണു, അതൊന്നും എടുത്തു കൊടുക്കാനാ. അറിഞ്ഞറിഞ്ഞു, അങ്ങോട്ട് തന്നെയാ പോകുന്നത്. ആരാ? ആ, ഉണ്ണിത്താൻ ചേട്ടനോ? താനിപ്പ എങ്ങോട്ടാ? ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു. താനെടുത്തോ? ഇല്ല. താനെങ്ങനെ അറിഞ്ഞു? നമ്മളെ വൈദ്യര് പറഞ്ഞു. എന്നാ പിന്നെ അല്ലി എന്റെ അടുത്തേക്ക് നേരത്തെ ഒന്ന് വിട്ടാ പോരായിരുന്നോ? അതിന് ഞാൻ വീട്ടിൽ പോയില്ലടോ. ആ, എങ്കി വാ, നമുക്ക് ഇപ്പൊ തന്നെ പോയത് അങ്ങ് എടുത്തേക്കാം. തനിക്ക് ഈ രാത്രിയില് അത്രയിടം വരാൻ ഭയമൊന്നുമില്ലല്ലോ? കൊള്ളാം. എനിക്കോ? നല്ല കാര്യമായി.
ചേട്ടന് ഭയമുണ്ടോ? ഹേയ്, നാളെ എടുത്താ മതി എന്ന് വിചാരിച്ചതാ. പക്ഷെ കിടന്ന ഉറക്കം വരും. അത് ഈ ചൂടിന്റെയാ സംഗതി. ഞാനിപ്പോ എടുത്തോ കൈ തന്നേക്കാം. ഒരു 10 തൊട്ടി വെള്ളത്തിന് കുളിച്ചോ. ഒരു പാതാളക്കരണ്ടി കിട്ടിയിരുന്നെങ്കിലേ. പാതാളക്കാരൻ്റെയാ? എന്തിന്? അല്ല വേണമെന്നില്ല, നമുക്ക് കിണറ്റിൽ ഇറങ്ങിക്കളയാം. അല്ല, മാടമ്പിള്ളിയിലെ താക്കോലെടുക്കാൻ നീ എന്തിനാ ദാസപ്പാ കിണറ്റിലിറങ്ങണേ? മാറമ്പള്ളിയുടെ താക്കോലോ? അപ്പൊ തൊട്ടി എടുക്കണ്ടേ? തൊട്ടിയാ? എന്തോന്ന് തൊട്ടി? കിണറ്റി വീണ തൊട്ടി. നിനക്ക് എന്താ ദാസപ്പൻകുട്ടി? സാധനം എടുക്കാന്ന് പറഞ്ഞിട്ട് നീ എന്നെ വഴിയിലിട്ട് വടിയാക്ക. തൊട്ടിയേ, നിങ്ങൾ നടക്കണേ ദാസപ്പൻകുട്ടി. അല്ല, നമ്മളിപ്പോ എങ്ങോട്ടാ പോന്നേ? നിനക്ക് പറയുന്നത് മനസ്സിലായില്ലേ? മാടമ്പിള്ളിയിലോട്ട്. അയ്യോ, ഈ രാത്രിയിലോ? തൊട്ടി എടുക്കാനെന്നല്ലേ ഞാൻ വിചാരിച്ചേ. നീ അങ്ങനെ ഒരുപാട് വിചാരിക്കണ്ട. ഇങ്ങോട്ട് നടക്കാനല്ലേ പറഞ്ഞത്? ദാസപ്പൻകുട്ടി, എന്താ നിന്റെ നാള്? വെള്ളിയാഴ്ച. അതാ നിന്റെ നാള്? ഒന്ന് മിണ്ടാടക്ക്, വല്ലാത്ത മുഴക്കം. പേടി തോന്നുന്നുണ്ടെങ്കിലേ ഒന്ന് പാടിയാ മതി. ഞാൻ ഏതായാലും ഒരു ശ്ലോകം ചെല്ലാൻ പോവാ. ഞാൻ എന്താ ആരാ ഇത് തുറന്നത്? താക്കോലുണ്ട്. ഇന്നലെ രാത്രി മാടമ്പള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അകത്ത് കിട്ടിയിട്ടുണ്ട്. അവിടെ നിൽക്കുക. വേറെ ആരുമില്ല, മാടമ്പള്ളിയിലെ പഴയ തമിഴ് തന്നെയാ. അസമയത്ത് അവിടെ നിൽക്കാതിരുന്നുണ്ടല്ലോ, ആയുസിന്റെ ബലം കൊണ്ടാ. 4 തകടി പൂച്ചിട്ടുണ്ട്. പരിഭ്രമിക്കാനൊന്നുമില്ലല്ലോ. ഭയപ്പെടണ്ട, എന്റെ ഈ തകട് അത്ര മോശമൊന്നല്ല. മിണ്ടാതെ ഉരിയാടാതെ മേടയ്ക്കുള്ളിലെ 4 മൂലയ്ക്ക് അങ്ങോട്ട് സ്ഥാപിക്കുക. എനിക്കിപ്പൊ കക്കൂസി പോണം. എന്റെ അമ്മോ, ഇന്നലെ രാത്രി ഉണ്ണിതാൻ ചേട്ടനെ ഇത്രയ്ക്ക് അങ്ങ് പേടിച്ചത്. ഛേ, നാണക്കേട്. മനുഷ്യനായ ഒരു ശന യുക്തിബോധം വേണ്ടേ, ധൈര്യം വേണ്ടേ? ഏതായാലും ഞാനും കൂടെ ഉള്ളപ്പം ഇങ്ങനൊരു സംഭവം നടന്നു നാട്ടുകാർ അറിയണ്ട. എന്താ എന്താ പറ്റി? ചേച്ചി, ചേച്ചി. ആഹാ, നീയാണോ? എന്താ ദാസപ്പാ? എത്ര നേരമായി വിളിക്കാൻ തുടങ്ങിയിട്ട്? ഉണ്ണിത്താൻ ചേട്ട ഇന്ന് ബാസുര ചേച്ചിയോട് വല്ലതും പറഞ്ഞോ? എന്നോടോ? ആ, ഇല്ലല്ലോ. എന്താ ദാസപ്പാ? അപ്പൊ ഉണ്ണിത്താൻ ചേട്ടൻ ഈ അസുഖം നേരത്തെ തന്നെ തുടങ്ങിയോ? അയ്യോ, അസുഖവോ? എന്താ? എന്ത് പറ്റി? എന്നോടൊന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയതാണല്ലോ രാവിലെ. ആ, അത്രേ ഉള്ളൂ. ഇപ്പോഴും ഒന്നും മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഞാനക്കിടന്നില്ല. മിണ്ടുന്നില്ലേ? എനിക്കൊന്ന് കാണണമല്ലോ. എവിടാ? വല്ല ആശുപത്രിയിലും ആണോ? അല്ല, കക്കൂസില. കക്കൂസിലോ? ആ, പേടിക്കാനൊന്നുമില്ല, വന്നേ. എന്തൊക്കെയാ ദാസപ്പ ഈ പറയുന്നത്? ഇന്നലെ രാത്രി മാടമ്പള്ളി വെച്ചൊന്ന് പേടിച്ചതാ. പേടിയുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോവണ്ട, ഞാനും കൂടെ വരാന്ന് പല പ്രാവശ്യം പറഞ്ഞതാ. ഇന്നലെ മാടമ്പള്ളി വെച്ച് എന്തോ പറ്റി? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പൊ എന്താ അസുഖം വെച്ചാ പറ. പിണ്ടാമയ്യേ? അയ്യോ അയ്യോ, എന്തൊക്കെ ഈ കാണിക്കുന്നേ? കണ്ടോ? അയ്യോ ഈശ്വരാ, ഞാനിപ്പോ എന്ത് ചെയ്യും? വന്നേ
വേണ്ട ചരണൊന്നും വേണ്ട, പെട്ടെന്നുള്ള ഷോക്ക് കൊണ്ടാ, മറിച്ചൊരു ഷോക്ക് കൊടുത്താ മതി. ഫീസും ഞാൻ പിന്നാലെ വരണ്ട കേട്ടോ. അയ്യോ, പിന്നികള് വന്ന് മനുഷ്യനെ പേടിപ്പിക്ക. എന്താ ബാസുരേ? എന്താ വേണ്ടത്? എന്താന്ന്? അയ്യേ, എന്താ അക്രമായി കാണിക്കണേ? ആരെങ്കിലും കണ്ട മാനം പോവില്ലേ? കാര്യം ഭാര്യയും ഭർത്താവാ. ഞാൻ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞില്ലേ? ദേ ഉണ്ണിത്ത വാക്ക് പറഞ്ഞ വാക്കാ. വിടുന്ന്. നിനക്ക് എന്താ ബാസുര ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? ആരെങ്കിലും കണ്ടാ പിന്നെ നമ്മൾ രണ്ടാളും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല കേട്ടോ. ശ്രീദേവി, ശ്രീദേവി പിടിച്ചു വലിക്കരുത്. പിടിക്കേ. നീ എവിടേക്ക് എന്നെ കൊണ്ടുപോണേ? ഇതിന് തെക്കിനീന്നിറങ്ങിയ തമിഴത്തി ശ്രീദേവിയുടെ ദേഹത്ത് കയറിയ സ്ഥിതിക്ക് കൂടെ ഉണ്ടായിരുന്ന കാർന്നൂരും ഇവിടെയൊക്കെ തന്നെ കാണണല്ലോ. വേണ്ട, അടുത്തു വരണ്ട. കാർന്നോരെ കുത്തും. കൊടയാ എന്റെ കയ്യിലിരിക്കണേ. ഞാൻ ഇവിടുത്തെ സംബന്ധക്കാരനാ, ബാസുരയുടെ ഭർത്താവ്. എന്നോട് വേണ്ട, കളിക്കണ്ട കേട്ടോ. ഞാൻ പറഞ്ഞു. അടുക്കരുത്. കാർന്നോരെ എന്റെ അടുത്ത് മാത്രം അടുക്കരുത്. പൊട്ടേലുള്ള കളി എന്നോട് വേണ്ട. ഞാൻ ഇവിടുത്തെ ബന്ധുവാണെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു. എന്റെ മേത്ത് കയറി കളിച്ചിട്ട് നിനക്ക് എന്താ കാര്യം? ചോരി നീരുള്ള ഒരുപാട് പേരില്ലേ ഇവിടെ? എന്താ എന്താ അമ്മാവാ? അമ്മാവനോ? ആരമ്മാവൻ? എവിടുത്തെ അമ്മാവൻ? അളിയോ? തമ്പിളിയോ? ആരാ ഇവിടെ ഇങ്ങനെ തുറന്നു വിട്ടത്? എന്താ അമ്മാവാ? അമ്മാവാന്ന് നീ എന്നെ വിളിക്കരുത് ശ്രീദേവി. അമ്മാവനെ തമിഴത്തി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. അമ്മാവാ, അടുക്കരുത്. അടുക്കൂടാതെ. ഞാൻ മോശക്കാരനൊക്കെ മോശക്കാരൻ. അമ്മാവൻ ചൊല്ലുത് തട്ടാതെ മര്യാദക്ക് പോയിട്. അളിയോ തമ്പിളിയോ ഒന്നും ഇങ്ങോട്ട് വന്നേ. എന്ത് ഓടിവായോ, എന്നെ കൊല്ലുന്നേ മകനംകുട്ടി. വിടാൻ കുട്ടി ആരാത്? എടാ നീയായിരുന്നോ? ഇതാണോ നീ പറഞ്ഞ മറ്റു കേസ്? വല്ലാതെ വയലന്റ് ആകുന്നുണ്ട്. എന്തിനാ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുന്നത്? പൂട്ടിട്ടിരുന്നോ? കൂട്ടാൻ നിന്റെ. അയ്യോ വിടു വിട്. വിടാൻ പറഞ്ഞു. അയ്യോ കുഴപ്പമൊന്നും കാണിക്കരുത്. പറയുന്നതൊക്കെ വിടാൻ പറഞ്ഞ വിട്ടു. ഞാനിപ്പോ കുഴപ്പം കാണിച്ച ഇയാള് പറയാ ഞാൻ കാരണവരാണെന്ന്. എവിടുത്തെ കാരണവർ? എന്തിന്റെ കാരണവരെ ഞാൻ ബാസുരയുടെ ഭർത്താവാണെന്ന്. ഏത് ബാസുര? എവിടുത്തെ ബാസുര? എന്റെ ഭാര്യ ഇവന്റെ കുഞ്ഞപ്പ. വിട്, ഇതെന്റെ ചിറ്റപ്പന. അയ്യേ ചിറ്റപ്പന? അതെ, സംബന്ധക്കാരൻ. ഐ എം സോറി. കാരണവരെ എന്ന് വിളിച്ച് കൊടയം കൊണ്ട് കുത്താൻ വന്നപ്പോ ഞാൻ വിചാരിച്ച എന്തോ പ്രശ്നമുള്ള ആളാണെന്ന്. സാരമില്ല. ഐ എം സോറി ചിറ്റപ്പ. ചിറ്റപ്പ, ഇവൻ അമേരിക്കയിൽ നിന്ന് വന്ന വലിയ ഡോക്ടറാ. ഈ ഭ്രാന്തിന്റെ മറ്റുമൊക്കെ. ഭ്രാന്തിന്റെ നകുലൻകുട്ടി, എനിക്ക് പ്രശ്നമൊന്നുമില്ലാന്ന് ഈ ഭ്രാന്തനോട് അല്ല ഭ്രാന്തിന്റെ ഡോക്ടറോട് പറഞ്ഞേക്കിട്ടാ. എടാ നീ ഇതിപ്പോ എങ്ങനെ ഇവിടെ എത്തി? നിന്നെ ഒന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ഈ ലോകം മുഴുവൻ വിളിച്ചു. കിട്ടണമെന്നില്ല. ഞാനിപ്പോ മഹേന്ദ്രജാലത്തിൽ സ്പെഷ്യലൈസ് ചെയ്യാണ്. അമേരിക്കയിലൊക്കെ ഇപ്പോ അതിന് വലിയ സ്കോപ്പ്. സ്വാമിയേ ശരണയ്യപ്പ. എന്റെ സണ്ണി, സത്യം പറ,
നീ ഇപ്പൊ എവിടുന്നാ വരുന്നത്? ശബരിമലയെന്ന്. വെറും ഇന്ദ്രജാലം. നീ ഹൈദരാബാദിനെ വിളിക്കുന്നു, നമ്മുടെ പഴയ അവറാച്ചൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. അവറാച്ചൻ ബാംഗ്ലൂരിൽ വിളിക്കുന്നു രാമേന്ദ്രനെ. നിന്റെ പ്രശ്നം ഞാൻ അറിയുന്നത് മദ്രാസ് ഫ്ലൈറ്റ് വെച്ച്. ആരാത്? ഇതാണ് നീ പറഞ്ഞ പേഷ്യൻ. ഏയ്, അത് ഞങ്ങളുടെ ഒരു അകന്ന ബന്ധുവാ. അയ്യേ, ബന്ധുവാ? അപ്പൊ മദ്രാസ് ഫ്ലൈറ്റ് ഞാൻ കൊച്ചിയിലേക്ക്, തുടർന്ന് ഞാനും ജോയിച്ചാൻ ഇവിടെ നേരെ ശബരിമലയ്ക്ക്. ഹരിഹര സുതനയ്യപ്പ സ്വാമിയേ. അവിടെ നേരെ കോട്ടയത്ത് ജോയിച്ചാനെ കുറെ റബ്ബർ മുതലാളിക്ക് കൈമാറിയിട്ട് ഞാനൊരു ഓട്ടോറിക്ഷ. നീ പറഞ്ഞ പേഷ്യൻ. അയ്യോ, അതെന്റെ അമ്മാവനാ. അമ്മാ, ഇതെന്റെ ഫ്രണ്ടാ. ഞാൻ അന്ന് പറഞ്ഞ ഡോക്ടർ, സൈക്കാട്രിസ്റ്റാ. അമേരിക്കയിൽ നിന്ന് ഗോൾഡ് മെഡൽ വാങ്ങിയാ പാസ്സായത്. എല്ലായിടത്തും അവന് വലിയ പേരാ, ഡോക്ടർ സണ്ണി ജോസഫ്. ഹലോ. എന്റെ മോക്ക് ഭ്രാന്തൊന്നുമില്ല. നിങ്ങൾ അവളെ വെറുതെ ഭ്രാന്തിയാക്കരുത്. എടാ അമ്മാവൻ. അപ്പൊ അങ്ങനെ കോട്ടയത്ത് വെച്ച് ചോദിച്ചാനെ കുറെ റബ്ബർ മുതലാളിമാർക്ക് കൈമാറിയിട്ട് ഞാനിങ്ങനെ ഒരു ഓട്ടോറിക്ഷ. എന്താ? ഏയ്, ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ഈ സ്മോൾ ഓട്ടോയിൽ ഞാൻ നിന്റെ ദേശ് മെഡാം പള്ളിയിൽ വന്നിട്ട് എന്തു പറ്റി? ഒന്നുമില്ല. ഇപ്പോഴിവിടെ വന്ന് എത്തി നോക്കി. ആരെ? നീ കണ്ടില്ലേ പേഷ്യന്റ്? ഓ, ശ്രീദേവി. ആ, തന്നെയാണ്. പക്ഷെ ചികിത്സിച്ച് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് ഏജ്ഡ് ആണല്ലോ. നീ കണ്ട എന്റെ കുഞ്ഞമ്മ മറ്റോ ആയിരിക്കും. ആയ കുഞ്ഞമ്മ. ഏതായാലും നീ പോയെന്ന് കുളിക്ക്. കുളിക്കാം. എന്നിട്ട് ഈ വേഷമൊക്കെ ഒന്ന് മാറ്റാം. എന്നിട്ട് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പഠിക്കാം. അതിനു മുമ്പ് ചില സാമാന്യ മര്യാദകളൊക്കെ ഇല്ലേ? എവിടെ നിന്റെ ശ്രീമതി? ഒന്ന് നിർത്തുക. അല്ല, തമ്പ്യധ്യാനം എങ്ങോട്ടാണാവോ? ഞങ്ങള് പുല്ലാറ്റുപുറത്ത് വരെ പോവാ. അന്ന് രാത്രിയിലത്തെ ആ സംഭവത്തിന് ശേഷം തറവാട്ടിൽ പല അനിഷ്ടങ്ങളും ഉണ്ടായി. ബ്രഹ്മദത്തൻ നമ്പൂരിപ്പാടിനെ കണ്ടിട്ട് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി പോവാ. താങ്കൂടെ വേണം കയറിയോ? ഇതാരി നമ്മുടെ പട്ടേരത്ത് പപ്പനാഥ സാറല്ലോ? അല്ലല്ലോ. അല്ല, ഉണ്ണിത്താനധ്യാവല്ലോ. ഞാൻ ആകെ അങ്ങ്. അല്ല, ഇതാര്? നമ്മുടെ കുഞ്ചാകുട്ടിയല്ലോ. അടയ്ക്കണോ? അടച്ച വീട് തുറക്കണോ? വേഗം വിട്. അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ. തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങുക. അല്ല, ഇതാരാ? വാര്യമ്പള്ളിയില് മീനാക്ഷിയല്ലോ. എന്താ മോളെ സ്കൂട്ടറില്? മോളോ? ഏത് മോള്? ചേട്ടാ, ഇത് ഞാൻ ദാസപ്പൻകുട്ടി. ഓ, നീയാണോ? ചേട്ടൻ അറിഞ്ഞു? മാടമ്പള്ളിയിലെ അടുക്കളക്കാരി ശാന്ത എന്നോട് പറഞ്ഞത് നമ്മുടെ ചെമ്പങ്കോട്ടെ ശ്രീദേവിക്ക് പ്രാന്താന്ന്. ദാസപ്പോ, എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ചേട്ടാ, കാട്ടോർമ്മൻ ചേട്ടാ, എന്തോ കുഴപ്പമുണ്ടല്ലോ.